ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തൃശ്ശൂർക്കാരുടെ കോഴി കുമ്പളങ്ങ കറിയാണ്. ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വേറൊരു ടൈപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാവരും ഒന്ന് ആ വീഡിയോ പോയി കാണണം. അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിവിടെ കാണാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 1.5 കിലോ കോഴി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിലേക്കൊരു മീഡിയം സൈസ് കുമ്പളങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കുമ്പളങ്ങയിലേക്ക് കുറച്ച് ഉപ്പിട്ടൊന്ന് തിരുമ്മി വയ്ക്കണം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ കുമ്പളങ്ങ സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളിയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2-3 സവാള അരിഞ്ഞതും 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. ഇനി കുമ്പളങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി അത് കഴുകി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ ചെറുതാക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ ഓഫാക്കിയിട്ടോ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് കൂട്ടി ഇളക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. രണ്ട് 3 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ ഒരു പകുതി വേഗമാകുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം വേണം ഈ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാൻ. കുമ്പളങ്ങയ്ക്ക് വേവ് അധികം ഇല്ലാത്തത് കൊണ്ട് ചിക്കൻ്റെ ഒപ്പം ഇടേണ്ട ആവശ്യമില്ല. പകുതി വേവായതിന് ശേഷം മാത്രം കുമ്പളങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർക്കാൻ വറുത്തെടുക്കണം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 ഏലയ്ക്ക, കുറച്ച് കറുവാപ്പട്ട, കരയാമ്പു, 2-3 കരയാമ്പു ഇത്ര ഇട്ട് കൊടുത്ത് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ആദ്യം ചെറിയ തീയിൽ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെയും വറുത്തെടുക്കുക. വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയ തീയിൽ വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല വറവായിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ പകുതി വേവായോ നോക്കാം. അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. അതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തതാണ്. കുമ്പളങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക.
ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം അതിലേക്ക് 2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. അത് ഞാൻ 1 കപ്പ് തേങ്ങയിൽ 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് 2ാം പാൽ പിഴിഞ്ഞെടുത്തതാണ്. 1ാം പാൽ 1/2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ആ പാലിൽ വെച്ച് വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേവിക്കാം. അത് വെന്തതിന് ശേഷം കുമ്പളങ്ങിയൊക്കെ വെന്തതിന് ശേഷം ഈ വറുത്ത് വെച്ച തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അതും 2-3 മിനിറ്റ് ഒന്ന് ആ മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടി ഒന്ന് തിളപ്പിക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. 1 കപ്പ് തേങ്ങ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആദ്യത്തെ പാൽ പിഴിഞ്ഞെടുത്തതാണ്. അത് അവസാനം ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ തീ ഓഫാക്കാവുന്നതാണ്. ഇപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി അതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കണം. ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞതിന് ശേഷം അത് എണ്ണയിലിട്ടൊന്ന് കാച്ചി ഒഴിക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഒന്ന് ചുമക്കുന്നത് വരെ മൂപ്പിക്കാം. ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ പാകത്തിന് കറി കുറുകി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ കറിയായ കോഴി കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക്